വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈസിൻ കോട്ടയിലേക്കുള്ള കയറ്റവും വഴിയിലെ മനോഹരമായ കാഴ്ചകളും കോട്ടയുടെ പുറം ഭാഗങ്ങളും കണ്ടിരുന്നു. ഇന്ന് പാർട്ട് 2-ൽ ഈ കോട്ടയുടെ കൂടുതൽ ഭാഗങ്ങൾ കാണാനും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹ കഥകളും ചരിത്രവും അറിയാനുമാണ് പോകുന്നത്. കോട്ടയുടെ ഓരോ കോണിലും ഒളിഞ്ഞിരിക്കുന്ന കഥകൾ കണ്ടെത്താൻ നമ്മോടൊപ്പം തുടരൂ. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ ആരംഭിക്കാം. നമ്മൾ ഇത്ര നേരം നടന്നിട്ടും കോട്ടയുടെ ഓരോ ഭാഗവും ഇനിയും കണ്ടു തീരുന്നില്ല. കാരണം ഈ കോട്ട ഏകദേശം 800 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വളവിലും ഓരോ പുതിയ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ കല്ലുകൾ കണ്ടപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവയുടെ തിളക്കമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുകളാണെങ്കിലും ഇപ്പോഴും നല്ല ഭംഗിയോടെയും ഉറപ്പോടെയും നിൽക്കുന്നത് കാണാം. സൂര്യപ്രകാശം പതിക്കുമ്പോൾ കല്ലുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയുടെ നിർമ്മാണം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. ഈ കോട്ടയുടെ മതിലുകളും ഗോപുരങ്ങളും പ്രധാനമായും മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കല്ലുകൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അന്നത്തെ നിർമ്മാണ മികവിൻ്റെ തെളിവാണ്. ഓരോ കല്ലും ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പറയുന്നത് പോലെയാണ് തോന്നുന്നത്. ഓ വാവ്! ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഭാഗത്തിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുന്നത്. 2 വശങ്ങളിലായി നിരന്നു നിൽക്കുന്ന 10 കൽത്തൂണുകൾ കാണാൻ അതിമനോഹരമാണ്. ഈ തൂണുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അവ ഈ കോട്ടയുടെ പഴയ പ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്നു. കുറച്ചു നേരം ഇവിടെ നിന്ന് ആ കാഴ്ച ആസ്വദിക്കാതെ പോകാൻ പറ്റില്ല. അങ്ങനെ ഇനി നമുക്ക് കോട്ടയുടെ ഉൾഭാഗത്തേക്ക് കയറാം. ഇവിടെ വരെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന കുറച്ച് ആളുകൾ പേടി കാരണം തിരിച്ചു പോയിരുന്നു. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ കോട്ടയുടെ ഉള്ളിൽ വളരെ പ്രസിദ്ധമായൊരു ശിവക്ഷേത്രമുണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. അപ്പം നമുക്കത് തുറന്ന് ഉള്ളിലേക്ക് കടക്കാം. നാട്ടുകാർ പറയുന്നതനുസരിച്ച് വർഷത്തിൽ ഒരിക്കൽ മഹാശിവരാത്രി ദിവസത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രം തുറക്കാറുള്ളത്. അന്നേ ദിവസം ഗ്രാമത്തിലെ മാത്രമല്ല ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം ഇവിടെ വലിയ തിരക്കും നീണ്ട ക്യൂവും അനുഭവപ്പെടാറുണ്ട്. നാട്ടുകാർ ഇത് വളരെ ശക്തിയുള്ള ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് നിരവധി രാജാക്കന്മാരുടെ കഥകളും ചരിത്ര സംഭവങ്ങളും ഉണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ശക്തിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമായിരുന്നു ഈ കോട്ട. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അകത്ത് കയറിയപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് മനോഹരമായ കൽത്തൂണുകളായിരുന്നു. ഓരോ തൂണിലും അന്നത്തെ ശില്പകലയുടെ മികവ് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പണിയുടെ ഭംഗി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ കാലത്തിൻ്റെ ആഘാതത്തിൽ ചില തൂണുകളും ചില ഭാഗങ്ങളും തകർന്ന നിലയിലായിരുന്നു. എന്നിരുന്നാലും ബാക്കിയുള്ള നിർമ്മിതികൾ ഇന്നും അതിൻ്റെ പഴയ പ്രൗഢി ഓർമ്മിപ്പിക്കുന്നതാണ്. ക്ഷേത്രത്തിന് താഴേക്ക് പടിയിൽ ഇറങ്ങിപ്പോകുന്ന ചില ഭാഗങ്ങളും കാണാൻ കഴിഞ്ഞു. പക്ഷേ ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നില്ല. സുരക്ഷാ കാരണങ്ങളാൽ അവിടേക്കുള്ള വഴി അടച്ചു വച്ചിരിക്കുകയാണ്. വർഷങ്ങളുടെ പഴക്കവും ഇടിഞ്ഞുപോകാനുള്ള സാധ്യതയും ഉള്ളതിനാൽ ആരെയും അവിടേക്ക് കടക്കാൻ അനുവദിക്കാറില്ല. അങ്ങനെ ഓരോ ഭാഗവും കണ്ടുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറിയപ്പോഴാണ് 2 ചെറുപ്പക്കാരെ കാണാൻ പറ്റി. ബാക്കിയുള്ളവരെല്ലാം തിരിച്ചുപോയി. ശിവരാത്രി ദിവസം മാത്രമാണ് ഇവിടെ ആളുകൾ വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ കോട്ടയിലേക്ക് അധികം ആരും കയറാറില്ലെന്നാണ് പറയുന്നത്. ഈ കോട്ടയെ ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹ കഥകൾ ഇന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ
സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞിരുന്നു ഫ്രൈഡേയും സാറ്റർഡേയും അവർ ഈ ഒട്ടും താഴേന്നേ അവർ കയറാറില്ല, കോട്ടയുടെ ഭാഗങ്ങളിലോട്ട് പോകാറേ ഇല്ലെന്ന്. അപ്പം നമുക്ക് നാട്ടുകാർ പറഞ്ഞ കഥയാണ്. ചരിത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചരിത്രത്തിൽ നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല ഇങ്ങനൊരു കഥ. പക്ഷേ നമുക്ക് ഈ കഥ കേട്ടാലോ? ചരിത്രപരമായി റൈസിൻ കോട്ടയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഹിന്ദു രാജാവ് രാജാ സിൽഹാദി ആണ്. 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ പ്രദേശം ഭരിച്ചിരുന്നു. പിന്നീട് വിവിധ യുദ്ധങ്ങൾക്കൊടുവിൽ കോട്ടയുടെ നിയന്ത്രണം പല കൈകളിലേക്ക് മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കഥയല്ല. ഈ കോട്ടയെക്കുറിച്ച് ഇവിടെ താമസിക്കുന്ന ഗ്രാമവാസികൾ ഞങ്ങളോട് പറഞ്ഞൊരു കഥയാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് മുഗൾ സാമ്രാജ്യം ഓരോ പ്രദേശങ്ങളും പിടിച്ചടക്കി മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ശത്രു സൈന്യം അടുത്തെത്തിയപ്പോൾ ഭോപ്പാലിലെ രാജാവിന് വിവരം ലഭിച്ചു. തുടർന്ന് രാജാവ് തൻ്റെ രാജ്ഞിയെയും 39 ദാസിമാരെയും ഒരു വിശുദ്ധ ഭടനെയും ഈ മലമുകളിലെ കോട്ടയിലേക്ക് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. രാജാവ് അവരോട് ഞാൻ പോയി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് മുഗൾ രാജാവിനെ കാണാൻ പോയി. അവിടെ എത്തിയ രാജാവിനോട് കീഴടങ്ങുകയോ അല്ലെങ്കിൽ മതം മാറുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് കഥ പറയുന്നത്. ഒടുവിൽ രാജാവ് മതം മാറാൻ സമ്മതിച്ചു. എന്നാൽ ഈ വാർത്ത കോട്ടയിലെത്തിയപ്പോൾ രാജ്ഞി അത് അംഗീകരിച്ചില്ല. അവസാന നിമിഷം വരെ പോരാടണം എന്നാണ് രാജ്ഞിയും ദാസിമാരും തീരുമാനിച്ചത്. പിന്നീട് ശത്രുസൈന്യം കോട്ടയിലെത്തിയപ്പോൾ രാജ്ഞിയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ രാജ്ഞി വഴങ്ങിയില്ല. ഒടുവിൽ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുന്നതിനേക്കാൾ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു രാജ്ഞിയും 30 ദാസിമാരും എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതിനുശേഷം കോട്ട നിശബ്ദമായി. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇന്നും രാത്രിയാകുമ്പോൾ ഇവിടെ നിന്ന് കുതിരകൾ പായുന്ന ശബ്ദങ്ങളും യുദ്ധത്തിൻ്റെ ശബ്ദങ്ങളും സ്ത്രീകളുടെ സംസാരവും നൃത്തത്തിൻ്റെ താളങ്ങളും കേൾക്കാമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഇതിലെത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ കഥകളാണ് ഇന്നും ഈ കോട്ടയെ കൂടുതൽ ദുരൂഹമാക്കുന്നത്. ഇപ്പോൾ കഥ കേട്ടല്ലോ. പക്ഷേ ഇത് നാട്ടുകാർക്ക് ശരിക്കും ഭയങ്കര പേടിയാണ്. ഗ്രാമവാസികൾ താഴെ നിന്ന് തന്നെ നമ്മളെ വിലക്കിയിരുന്നു, ഫുൾ പോകരുതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വന്ന ആ 2 ചെറുപ്പക്കാരെ മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും തിരിച്ചുപോയി. സത്യത്തിൽ ഞങ്ങൾ 2 പേർ ഒരുമിച്ചാണ് നടക്കുന്നത്. എന്നിട്ട് പോലും ഈ കോട്ടയുടെ നിശബ്ദത ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. ചുറ്റും ആളുകളൊന്നുമില്ല, പഴയ മതിലുകളും തകർന്ന കെട്ടിടങ്ങളും മാത്രം. അങ്ങനെ നടക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞ കഥകളൊക്കെ അറിയാതെ മനസ്സിലേക്ക് വരും. രാത്രിയിൽ കുതിരകളുടെ ശബ്ദവും യുദ്ധത്തിൻ്റെ ശബ്ദവും കേൾക്കാമെന്ന് പറഞ്ഞ കഥകൾ ഓർമ്മ വരുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ദുരൂഹത ഒന്നുകൂടി വർദ്ധിക്കുന്ന പോലെ തോന്നുന്നു. എന്തായാലും ഇനി നമുക്ക് ഈ കോട്ടയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കണ്ടു നോക്കാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മുറികൾ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ എത്തി. അകത്തു നിന്ന് കേൾക്കുന്നത് മുഴുവൻ വവ്വാലുകളുടെ ശബ്ദങ്ങളായിരുന്നു. വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ളൊരു അന്തരീക്ഷം. ഈ ഭാഗങ്ങളിലേക്ക് അകത്ത് കയറുന്നത് അത്ര സുരക്ഷിതമല്ല. അകത്ത് കയറിയാൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്ന് മാത്രമാണ് കണ്ടത്. എന്നാൽ ഒരു കാര്യം പറയാതെ വയ്യ, ഈ ഭാഗങ്ങൾ കാണാൻ അതിമനോഹരമാണ്. പഴയ കാലത്തിൻ്റെ നിർമ്മാണ ശൈലിയും ചരിത്രത്തിൻ്റെ അടയാളങ്ങളും ഇന്നും ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കുളം പോലെയുള്ള ഭാഗമാണ്. ആദ്യ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കുളിക്കാനുള്ള സൗകര്യങ്ങളും അന്നത്തെ കാലത്ത് ഒരുക്കിയിരുന്നതായി കാണാം. രാജകുടുംബാംഗങ്ങളും ഇവിടെ താമസിച്ചിരുന്നവർക്കായി ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഇന്ന് ഈ ഭാഗം ഉപയോഗത്തിലില്ലെങ്കിലും അന്നത്തെ നിർമ്മാണ രീതിയും സൗകര്യങ്ങളും കണ്ടാൽ ഈ കോട്ട എത്രത്തോളം വികസിതമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. വർഷങ്ങൾ പിന്നിട്ടിട്ടും
ഈ ഭാഗം ഇന്നും ഇതിൻ്റെ പഴയ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ നടന്നും കണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കോട്ടയുടെ ഏത് ഭാഗത്താണ് എത്തിയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഈ കോട്ടയുടെ വിസ്തീർണം എത്ര വലുതാണെന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ചുറ്റും നോക്കുമ്പോൾ എല്ലായിടത്തും പച്ചപ്പുല്ലുകൾ നിറഞ്ഞു കിടക്കുകയാണ്. അതിനിടയിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ ഗോപുരങ്ങളും കാണാം. ആ ഗോപുരങ്ങളിലേക്ക് കയറിപ്പോകാൻ പടികളുണ്ടെങ്കിലും വർഷങ്ങളുടെ പഴക്കത്തിൽ അവയിൽ പലതും ഇടിഞ്ഞു തകർന്ന നിലയിലാണ്. അതിനാൽ മുകളിലേക്ക് കയറാൻ സാധിക്കില്ല. പക്ഷേ താഴെ നിന്ന് നോക്കുമ്പോൾ പോലും ആ ഗോപുരങ്ങളുടെ ഭംഗിയും ഗംഭീരതയും ആസ്വദിക്കാൻ കഴിയും. ഒരു കാലത്തെ ഈ ഭാഗം എത്ര പ്രൗഢിയോടെ നിലനിന്നിരുന്നുവെന്ന് സങ്കല്പിക്കാൻ പോലും അത്ഭുതം തോന്നുന്നു. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മൾ വീണ്ടും ആ പഴയ കൽത്തൂണുകളുടെ അടുത്ത് തന്നെ എത്തി. ഈ വലിയ കോട്ടയിൽ എത്ര ദൂരം നടന്നുവെന്ന് പോലും അറിയില്ല. പക്ഷേ വീണ്ടും ഈ കൽത്തൂണുകൾ കണ്ടപ്പോൾ ഒരു പരിചിതമായ സ്ഥലം കണ്ടതുപോലെ തോന്നി. ദൂരെ നിന്ന് കാണുമ്പോഴും ഈ കൽത്തൂണുകളുടെ ഭംഗി എടുത്തു പറയേണ്ടതാണ്. തകർന്നിട്ടുണ്ടെങ്കിലും ഇന്നും പഴയ പ്രൗഢിയുടെ ഓർമ്മകൾ സൂക്ഷിച്ചു നിൽക്കുകയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൽത്തൂണുകൾ ചരിത്രത്തിന് നിശബ്ദ സാക്ഷികളായി ഇവിടെ നിലകൊള്ളുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. ഇവിടെ ഒരു ഇതുണ്ട്. അല്ല, അപ്പുറത്തൊന്ന് നോക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം നടന്നപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു. ഇനി മതി, ഞാൻ തിരിച്ചു പോകാമെന്ന് വരെ തോന്നി. പക്ഷേ ചേട്ടന് ഇപ്പോഴും മുന്നോട്ട് പോയി ബാക്കി ഭാഗങ്ങളും കാണണം എന്നായിരുന്നു. അങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത്. പഴയ പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. വർഷങ്ങളുടെ പഴക്കം ഉണ്ടായിട്ടും അവ ഇന്നും അവിടെ ചരിത്രത്തിൻ്റെ സാക്ഷികളായി നിൽക്കുകയാണ്. ഒരു കാലത്ത് ഈ കോട്ടയുടെ പ്രതിരോധത്തിനായി ഉപയോഗിച്ചിരുന്ന പീരങ്കികളായിരിക്കാം ഇവ. ഈ പീരങ്കികൾ കണ്ടപ്പോൾ ഒരു കാലത്ത് ഇവിടെ നടന്ന യുദ്ധങ്ങളും ആക്രമണങ്ങളും ഒക്കെ മനസ്സിലൂടെ കടന്നുപോയി. ഈ കോട്ടയുടെ ചരിത്രത്തിൽ ഇവയ്ക്കും ഒരു പ്രധാന സ്ഥാനമുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. ഇനി നമ്മൾ കാണുന്നത് ഒരു ശരിക്കും അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഇത് ഒരു സാധാരണ ഗ്രൗണ്ടല്ല. അന്നത്തെ കാലത്ത് മഴവെള്ളം ശേഖരിക്കാനും സംഭരിക്കാനുമായി ഒരുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ പോലെ ടെക്നോളജിയോ മെഷീനുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും മഴവെള്ളം പാഴാക്കാതെ സൂക്ഷിക്കാൻ അവർ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നുവെന്ന്. ഈ കോട്ടയുടെ ഓരോ ഭാഗവും കാണുമ്പോൾ അന്നത്തെ ആളുകളുടെ ബുദ്ധിയും ദൂരക്കാഴ്ചയും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കോട്ടയ്ക്കുള്ളൊരു ദർഗയാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് രാജാവിനെ മുസ്ലിം ആചാരപ്രകാരം ഇവിടെ കബറടക്കിയതാണെന്നാണ് വിശ്വാസം. ചരിത്രവും വിശ്വാസവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ക്ഷേത്രവും ദർഗയും ഒരേ കോട്ടയ്ക്കുള്ളിൽ കാണാൻ കഴിയുന്നത് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ കോട്ടയുടെ ചരിത്രം എത്ര സങ്കീർണവും കൗതുകകരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളെല്ലാം ഏകദേശം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ട നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലുതും ചരിത്രവും രഹസ്യങ്ങളും നിറഞ്ഞതോ ആയിരുന്നു. നടന്ന് ക്ഷീണിച്ചെങ്കിലും ഇവിടെ കണ്ട ഓരോ കാഴ്ചകളും അതിന് വിലയുള്ളതായിരുന്നു. എന്തായാലും ഈ കോട്ടയിൽ ഇനി ഒരുപാട് ഭാഗങ്ങൾ കാണാനുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു.